ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് കേരളത്തിലെ സമസ്തക്കാരായ ആളുകളുടെ പണ്ഡിത വിഭാഗത്തിൽപ്പെട്ട കൂറ്റമ്പാറ ധാരിമി എന്ന് പറയുന്നൊരു സഹോദരൻ മരണപ്പെട്ട മയ്യത്തിൻ്റെ അടുക്കൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ പുതിയൊരു തെളിവ്, വലിയ കാര്യമായി അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ശകലമാണ്. അതാദ്യം കേട്ടുകൊണ്ട് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പൊ കുറച്ച് ആൾക്കാർ മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല അല്ലേ? മരിച്ചോടത്ത് ഓത്തില്ലാത്ത ചില വീട് ഇവിടെ ഉണ്ടോ? മരിച്ചാൽ എന്തോ ഓതാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ നമ്മളിനി എന്താ ചെയ്യുക? നമ്മളിപ്പോൾ മരണ വാർത്ത കേട്ടു, നമ്മളെന്താ ചെയ്യല്? അദ്ദേഹം അത് സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ മുജാഹിദുകളായ ആളുകൾ മരിച്ചു എന്ന് കേട്ടാൽ ഇനി നമ്മളൊക്കെ എന്താ ചെല്ലുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡൗട്ട്. അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തേക്കും വെളിച്ചം വീശി കാണിച്ചു തന്ന ഒരു മഹാനായ പ്രവാചകനാണ്. ഒരു വ്യക്തി ജീവിക്കുന്നത് മുതൽ മരണപ്പെടുന്നത് വരെ അവൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് യാതൊരു ബേജാറും വേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ വിഷയം നോക്കിയാൽ മതിയാവും എന്നാണ് സ്നേഹബുദ്ധിയ ഉണർത്തുവാനുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളതാണ് ബീഭത്സമായ ഒരു കാര്യം. നമ്മൾ ഈ സഭയിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് നമ്മൾ ഇന്ന ആള് മരണപ്പെട്ടു കഴിഞ്ഞു, അത് കേൾക്കുന്നതോടുകൂടെ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഖുർആനാണോ അല്ലേ? അത് ഖുർആനാണോ അല്ലേ? അതെ, അത് ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ ഒരു ആയത്തിൻ്റെ ഭാഗമാണത്. വിശുദ്ധ ഖുർആൻ ശ്രദ്ധേയമായി വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്, ഇദാ അസ്വാബത്തുഹും മുസീബ. വിശ്വാസികളായ ആളുകൾക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ചൊല്ലേണ്ട ഒന്നല്ല ഉസ്താദെ. എന്ത് മുസീബത്തുകൾ ബാധിച്ചാലും ഒരു വിശ്വാസിക്ക്, മുസീബത്ത് എന്ന് പറഞ്ഞാൽ മരണം മാത്രമല്ലല്ലോ, എന്ത് മുസീബത്ത് ബാധിച്ചാലും ഒരു വിശ്വാസിയോട് ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്, ഒരു പ്രയോഗമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള ഇസ്തിർജാഇൻ്റെ പ്രാർത്ഥന. ഇതാണ് മരിച്ചുപോയി കഴിഞ്ഞാൽ ഇന്ന് സമസ്തക്കാരായ ആളുകൾ ഖബറിൻ്റെ അരികിൽ ഖത്തപ്പുര കെട്ടിയിട്ടും മയ്യത്തിൻ്റെ അരികിലിരുന്നും ഓതുന്ന വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ തെളിവായി വലിയ കാര്യമായി കൂറ്റമ്പാറ ധാരിമി പറയുന്നത്. അദ്ദേഹം തുടർന്ന് പറയട്ടെ. ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി എല്ലാം പറ്റും. മുജാഹിദ് എന്ന് മാത്രമല്ല, ആരും മരണപ്പെട്ടാലും ഒരു വിശ്വാസി പറയേണ്ട വാക്കാണ്. എന്ത് മുസീബത്തുകൾ ബാധിച്ചാലും ഒരു വിശ്വാസി പറയേണ്ട വാക്കായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. ഖുർആൻ ഓതാൻ പറ്റൂല, നമ്മൾ വിഷയങ്ങൾ പഠിക്കണോ അല്ലേ? ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി എന്ന് ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. ഇദ്ദേഹം ഇത് പറഞ്ഞൊപ്പിക്കുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് വിഷയത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മുജാഹിദ് മരിച്ചാൽ വിശുദ്ധ ഖുർആൻ ഓതാൻ പറ്റുമോ എന്നുള്ളതാണ്. മുജാഹിദ് എന്നല്ല, ഒരു മുസ്ലിമായ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ഇന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, മരണാനന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ അതിലേക്ക് ഇതിനെ ഖിയാസാക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? വളരെ സ്നേഹബുദ്ധിയെ ചോദിക്കുകയാണ്. ഈ ആയത്ത് 1400 ചില്ലാനം കൊല്ലമായി മുസ്ലിം സമുദായത്തിൻ്റെ മുന്നിലുണ്ടല്ലോ. ഈ വചനം മരിച്ച് പോയി കഴിഞ്ഞാൽ ഹത്തപ്പുര കെട്ടിയിട്ടും അല്ലാതെയും മയ്യത്തിൻ്റെ മുന്നിൽ ഇന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ വിശുദ്ധ ഖുർആൻ ഓതാനുള്ള തെളിവാണ് എന്ന് ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് തെറ്റിച്ച് ഓതുക എന്നുള്ളത് ജൂതന്മാരുടെ പ്രവണതയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ഒരു പ്രവണത വേറുന്ന ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല. അതൊരു നസീഹത്തോടു കൂടി തന്നെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ജൂതന്മാരെക്കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ്? വിശുദ്ധ ഖുർആൻ ജൂതന്മാരെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് പറഞ്ഞതായി നമുക്ക് കാണാം. അതെ, വിശുദ്ധ ആശയങ്ങളെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചുകൊണ്ട് മറ്റൊരു ആശയത്തെ
മറ്റൊരാശയത്തിലേക്ക് അതിനെ കൊണ്ടുപോയി ഓതുക എന്നുള്ളത് അവരുടെ സ്വഭാവമാണ്. ആ ഒരു ആശയത്തിലേക്കാണ് നിങ്ങൾ ഈ പ്രയോഗം കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നാലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് മരിച്ച മയ്യത്തിൻ്റെ മുന്നിൽ ഖുർആൻ ഓതാനുള്ള തെളിവായിട്ടാണല്ലോ നിങ്ങൾ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം തുടർന്ന് പറയട്ടെ. നമ്മൾ മയ്യത്ത് അവസാനായിട്ട് ഭൂമിയിൽ നിന്ന് മറയാണ്. അപ്പൊ നമ്മൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് കബറിലേക്ക് ഇടാൻ എന്താ പറയല്? മിൻഹാ ഖലഖനാക്കും. ഖുർആനാണോ അല്ലേ? അപ്പൊ ഇവർക്കൊരു പിടി മണ്ണ് വാരിട്ടാ മിൻഹാ ഖലഖനാക്കും ഓതാൻ പറ്റും? അത് ഖുർആനാണ്. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലാൻ സഹീഹായി പഠിപ്പിക്കപ്പെട്ട ഒന്നല്ല. അത് നിങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കേണ്ടതാണ് എന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. പറ്റുമോ? അപ്പൊ പിന്നെ ബലൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ ഇനി എന്താ പറയാം? അൽഹംദുലില്ലാ എന്ന് പറയാനും പറ്റൂല, കാരണം ദിക്റും ചെല്ലാൻ പറ്റൂല. അത് നിങ്ങൾ പറയേണ്ടി വരും. കാരണം മുജാഹിദുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശിർക്കിനെതിരെയും ബിദ്അത്തിനെതിരെയും അതിശക്തമായ പടയോട്ടം നൂറ്റാണ്ടുകളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ്, ആദർശ കൂട്ടായ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അൽഹംദുലില്ല പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമേ അല്ല. കാരണം ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ദേഷ്യമുള്ളത് ആരോടായിരിക്കും? അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് പറയുന്നവരോടായിരിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ യഥാവിധി പഠിപ്പിക്കുന്നവരോടായിരിക്കും അവൻ യഥാർത്ഥത്തിൽ ദേഷ്യം. അതുകൊണ്ട് നിങ്ങൾ അൽഹംദുലില്ലയോ അതിൻ്റെ മുകളിൽ ഇനി എന്താണോ അത് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമല്ല എന്നുള്ളത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പാർട്ടി മാറുമ്പോഴൊക്കെ നോക്കാൻ ഇത് കൃഷി മാറി ചെയ്യല്ല, ഇത് കച്ചവടം മാറ്റി വേറെ കച്ചവടം തുടങ്ങല്ല. ഇത് അള്ളാന്റെ ദീനാണ്, അതിനൊരു അടിത്തറയാണ്. കുറ്റമ്പാറ ധാർമ്മിയെ പോലെയുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ പാർട്ടിയോ പ്രസ്ഥാനമോ ഒന്നുമല്ല വിഷയം. വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന മതം അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. അതായത് അവിടുത്തെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായ ഹജ്ജത്തുൽ വിദാഇൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്വ എന്ന് പറയുന്ന തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി അറഫ മൈതാനിയിൽ വെച്ച് സഹാബികളോട് പറഞ്ഞ വാക്യം എന്താണ്? വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനത്തിൽ നമുക്കത് കാണാം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ പൂർത്തിയാക്കി എന്നുള്ള ആശയം വരുന്ന ഒരു പ്രയോഗം അള്ളാഹുവിൻ്റെ ഹബീബ് അവിടെ ഓതുകയുണ്ടായി. അവിടുന്ന് ചോദിച്ചിട്ടുണ്ട് സഹാബികളോട് അതേ സദസ്സിൽ വെച്ച്, ഈ ദീൻ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന്. അപ്പോഴാണ് സഹാബികൾ പറഞ്ഞത്, ബലായ റസൂലല്ലാ, അതേ നബിയെ താങ്കൾ ഞങ്ങൾക്കത് എത്തിച്ചു തന്നിട്ടുണ്ട്. ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ഹബീബായ പ്രവാചകൻ പറഞ്ഞത്, അള്ളാഹുവേ നീ അതിന് സാക്ഷിയാണ്, അള്ളാഹുവേ നീ അതിന് സാക്ഷിയാണ്, അല്ലാഹുമ്മ ഷ്ഹദ് എന്ന് അവിടുന്ന് പറഞ്ഞത്. അവിടെ വെച്ച് ദീൻ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി ഇങ്ങനെയും പറഞ്ഞില്ലേ, സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് വിദൂരതയിലേക്ക് കൊണ്ടുപോകാൻ എന്തെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആ റസൂലുള്ള ഈ വചനം ഓതിയിട്ട് റസൂലുള്ളാഹിയുടെ സഹാബത്തിൻ്റെ മുന്നിൽ ഇത് പ്രഖ്യാപിച്ചപ്പോൾ സഹാബികൾ ആരെങ്കിലും മരിച്ച മയ്യത്തിൻ്റെ മുന്നിൽ ചെന്ന് ഇന്ന് നിങ്ങൾ ഓതുന്ന വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നടത്തിയതായിട്ട് കാണിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് സ്നേഹബുദ്ധിയെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ. ഇത് പറയുമ്പോൾ ഈ ബിദ്അത്തിനെ എതിർക്കുമ്പോൾ സാധാരണ മുസ്ലിയാക്കന്മാരായ പണ്ഡിത വേഷധാരികൾ അങ്ങനെ തന്നെ ഞാൻ പ്രയോഗിക്കുകയാണ്. കാരണം സമൂഹത്തിൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ പ്രമാണങ്ങളെ വളച്ചൊടിക്കാതെ അതിൻ്റെ യഥാർത്ഥ വശം പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഈ വിഭാഗം ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സമൂഹത്തോട് വലിയ അക്രമമാണ്. അവരെ വിശ്വാസപരമായും ആചാരപരമായും ഇസ്ലാമിൻ്റെ യഥാർത്ഥ രചിതരേഖയിൽ നിന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ബിദ്അത്തുകൾ നമ്മൾ എതിർക്കുമ്പോൾ പറയാറുള്ളത്, ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ദിക്റില്ല, ഇവർക്ക് ദുആ ഇല്ല, ഇവർക്ക് ഏതെങ്കിലും ഒരു മൃഗം ചത്തുകഴിഞ്ഞാൽ കൊണ്ടുപോയി വെക്കുന്നത് പോലെയാണ് ഇവർ മയ്യത്തിനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്തൊരു ദുരവസ്ഥ. ഒരു മുസ്ലിയാർ അതിനെ അദ്ദേഹത്തിൻ്റെതായ ഒരു സംസ്കാരത്തിൽ ന്യായീകരിച്ച് സംസാരിക്കുന്ന വളരെ അതിഭീകരമായ സംസ്കാരം തീരെയില്ലാത്ത ചില പ്രയോഗങ്ങൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കുറിച്ച് ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗം ഒരു മുസ്ലിയാർ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ദിക്റുല്ല, ഖുർആനുള്ള ഓത്തുമില്ല. ഞാൻ സാധാരണ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു വഹാബി മരിക്കുന്നതും
അയാളെ വീട്ടിൽ 25 ലിറ്റർ കറവ് തരുന്നൊരു പശു ചാകുന്നു തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അബൂബക്കർ ഹാജി ഇങ്ങനെ മരിച്ചാൽ എന്താ ഉണ്ടാവുക? അയാളെ മയ്യത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ഒരു പടിമേ. ഒരയാളെ പശു ചത്താലോ അത് പുറത്തിങ്ങനെ ചാക്കോണ്ട് മൂടിയിട്ടുണ്ടാവും. ഒരു വ്യത്യാസമുണ്ട്, ഇയാളെ മയ്യത്തിൻ്റെ അടുത്തൊരു മകൻ ഇരിക്കുന്നുണ്ടാവും. ആരെങ്കിലുമൊക്കെ വന്നാൽ ഈ കേടുവന്ന ഫിയറ്റ് കാറിൻ്റെ ടിക്ക് പൊന്തിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തിച്ചു കൊടുക്കും. ഒരു മരിച്ച ഒരു സഹോദരനെ ഉപമിച്ചുകൊണ്ട് സംസാരിക്കുന്ന സംസ്കാരം, ഇദ്ദേഹം ഒരു സഖാഫിയാണ്. സഖാഫത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവനെന്നാണ്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ആ ബിരുദത്തോട് അന്വർത്ഥമാക്കുന്ന സംസാരമാണോ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടി വിട്ടുതരികയാണ്. അദ്ദേഹം പറയുന്നത് മരിച്ച ഒരു മയ്യത്തിനോട് അദ്ദേഹം ഒരു മനുഷ്യനെ, വിശിഷ്യ ഒരു മുസ്ലിമിനെ അദ്ദേഹം ഉപമിക്കുന്നത് ഒരു ചത്ത മൃഗത്തോടാണ്. വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ചില പ്രയോഗങ്ങളാണ് തുറന്ന് അദ്ദേഹം നടത്തുന്നത്. അതുകൂടി നമ്മളൊന്ന് കേട്ട് നോക്കുക. ഈ പെരുന്നാൾ മയ്യത്തിന് മുഖത്തേക്ക് നോക്കി LP സ്കൂളിലെ കുട്ടികൾ മൃഗശാലി പോയിട്ട് കണ്ടാമൃഗത്തിനെ കണ്ട് നോക്കുന്നവരെങ്ങനെ നോക്കുകയും ചെയ്യും. ആണ് താത്തും ഇയാൾ തിരിച്ചും പോകും. മയ്യത്തിനും കാര്യമല്ല, കണ്ടാക്കും കാര്യമല്ല. ദിക്റില്ല, ഖുർആനത്തിലോ ഒന്നുമില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. പിന്നെ പുറത്തു വന്നിട്ട് ആളുകൾ പറയും, വല്ലാത്ത മനുഷ്യൻ കേട്ടോ, വയസ്സായിട്ടുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു, പരോപകാരിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, എന്ത് ചെയ്യാനാ പെട്ടെന്ന് മരിച്ചുപോയി പടച്ചോന്റെ ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയും അല്ലേ. ഇനി നോക്കിക്കോ, പശു ചത്താണ്ടാണ്ട അവസ്ഥ. 25 ലിറ്റർ കറവ് തന്നിരുന്ന പശുവാണെങ്കിൽ അത് പെട്ടെന്ന് ചത്താലും അയൽവക്കക്കാരൊക്കെ വരും. സീത ചേച്ചി വരും, ഗോപാലൻ വരും, അബൂക്കർ വരും. വന്നിട്ട് ഓഹോ കിടക്കുന്നത് കണ്ടില്ലേ, നല്ല സൈസായിരുന്നു കേട്ടോ അല്ലേ, 10-20 വർഷമായില്ലേ തീറ്റിപ്പോയിട്ടെന്ന്. 25 ലിറ്റർ പാല് തന്ന പശുവാ, നല്ല ഇണക്കമാണ്, പതിയെ പിടിച്ച് കറക്കാം. ഇതിൻ്റെയൊക്കെ പാല് മോരാക്കി എത്രയാ ഞാനൊക്കെ കഴിച്ചത്. ഇന്നലെയും കൂടെ വൈകുന്നേരം ഇതിലൂടെ അത് ഓടി നടന്നതല്ലേ, എന്ത് ചെയ്യാനാ, റബ്ബർ പാല് കുടിച്ചുപോയി പടച്ചോന്റെ വിധി. കേട്ടില്ലേ? ഒരു മനുഷ്യനെ ഒരു ചത്ത മൃഗത്തോട് ഉപമിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് പണ്ഡിതന്മാരാണ് എന്ന് സമൂഹത്തിൽ പ്രഖ്യാപിക്കുകയും അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരേണ്ടുന്ന, പ്രത്യേകിച്ച് ഒരു വലിയ സമൂഹത്തിൻ്റെ മുന്നിലൊക്കെ സംസാരിക്കുമ്പോൾ പറയേണ്ട വാക്കുകളാണോ ഇത്? ഇത് പ്രാസ്ഥാനികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളായും സംഘടനകളായും പിരിഞ്ഞു കഴിഞ്ഞാലും പറയേണ്ട സംസ്കാരങ്ങളും രൂപങ്ങളും ഒക്കെയാണോ ഇത് എന്ന് ഓരോ ആളുകളും ചിന്തിക്കേണ്ട കാര്യമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു ബിദഅത്തിൻ്റെ പിൽക്കാലത്തുണ്ടാക്കിയപ്പോൾ അത് നിങ്ങൾ ചെയ്യല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പരിഹാസങ്ങളും ഈ കളിയാക്കലുകളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസാരത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നിലമ്പൂർ കാട്ടിൽ നിന്ന് കള്ളന്മാർ തേക്ക് കട്ട് കൊണ്ടുപോകുന്നത് പോലെ വളരെ മിണ്ടാതെ രഹസ്യമായി വളരെ പതുക്കെ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് ഇവർ ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം ഈ സംസാരത്തിൽ അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവന്റെ മയ്യത്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്? മുറിച്ചിട്ടിരിക്കുന്ന തേക്കിന്റെ കുറ്റി മില്ലിലേക്ക് എടുക്കുന്ന ലാഘവത്തോടെ. മരം മുറിച്ചിട്ട മില്ലിലേക്ക് എടുക്കാൻ എങ്ങനെ? അവിടെ പിന്നെയും ദിക്റ് ചൊല്ലും, കലാസികൾ വന്നിട്ട് അങ്ങനെയൊക്കെയാണ്. ഇതും ഇല്ല. അതേസമയത്ത് നിലമ്പൂര് ഫോറസ്റ്റിന്റെ ഉള്ളില് ഫോറസ്റ്റ് അധികൃതർ കാണാതെ നല്ല തേക്കിന്റെ തടികൾ അത് പുഴയിലേക്ക് പതുക്കെ കൊണ്ടുപോലെ ഇടുക്ക ശവം പതുക്കെ എടുക്കുന്നു, പതുക്കെ കട്ടുകൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നു. നിലമ്പൂർ കാട്ടുനിന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാട്ടുനിന്ന് കള്ളന്മാർ തേക്ക് കട്ട് കൊണ്ടുപോകുന്നത് പോലെ എന്നാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് ഉസ്താദിനോട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ പരിശോധിച്ച് ഓരോരുത്തർ വിളിച്ചു ചോദിക്കുക, അതെങ്ങനെയാണ് ആ കൊണ്ടുപോകൽ എന്നുള്ളത്. ചില മൂപ്പർക്ക് അറിയായിരിക്കും. എന്തായാലും അദ്ദേഹം പഠിച്ച സ്ഥാപനത്തിലല്ല ഞങ്ങളാരും പഠിച്ചത്, അദ്ദേഹം പഠിപ്പിച്ച ഉസ്താദന്മാരല്ല ഞങ്ങളെ പഠിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് അതേ രൂപത്തിൽ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇത് ഇസ്ലാമിൻ്റെ വിഷയമാണ്, പരലോകത്തിൻ്റെ വിഷയമാണ്, ഖബറിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെയും ഓരോ വാക്കുകൾ എത്രത്തോളം സൂക്ഷ്മതയോടെയും പ്രയോഗിക്കേണ്ട വിഷയമായതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ സംസ്കാരം നമ്മളാരും സ്വീകരിക്കുന്നില്ല എന്ന് ഉണർത്തുകയാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞത് എന്തിൻ്റെ പേരിലാണ്? ഈ വിശുദ്ധ ഖുർആൻ പാരായണം അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ച മയ്യത്തിൻ്റെ അടുക്കൽ അത് പഠിപ്പിച്ചിട്ടില്ല, അതിന് പ്രാമാണികമായി തെളിവില്ല, അത് സ്ഥിരപ്പെട്ടു വന്നതല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഇത് പറയുമ്പോൾ പറയും അങ്ങനെയാണെങ്കിൽ ഒന്നും കിട്ടൂല എന്നുള്ളതാണ് ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അങ്ങനെ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അത് കിട്ടില്ല. നേരത്തെ കൂറ്റമ്പാറ ദാരിമി പറഞ്ഞത്
വിശുദ്ധ ഖുർആനിൻ്റെ ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ തെളിയിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ തെളിയിക്കട്ടെ. ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 156-ാമത്തെ വചനത്തിൽ ആ ഇദാ അസ്വാബത്തുഹും മുസീബ എന്ന് തുടങ്ങുന്ന ആ വചനം, അത് ആരാണ് മയ്യത്തിൻ്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ ഓതാനുള്ള തെളിവാണ് എന്ന് പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ആളുകൾ തെളിയിക്കേണ്ടതാണ്. ഇപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി ചോദിച്ചിട്ടുണ്ട്, നബിയെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സ്വതക്കയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോഴാണ് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ അതുമായി ബന്ധപ്പെട്ടൊരു ബാബ് തന്നെ നമുക്ക് കാണാം. ബാബ് വുസൂലി സവാബി സ്വദഖ അനിൽ മയ്യിത്ത് ഇലൈഹി എന്ന് പറയുന്നൊരു ബാബ് നമുക്ക് കാണാം. ആ ബാബിൽ ഇമാം മുസ്ലിം സ്വദഖ ചെയ്താൽ കിട്ടുമെന്നുള്ള ആ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. ചില ആളുകൾ വിചാരിച്ചത് മരിച്ച മയ്യത്തിന് എന്ത് ചെയ്താലും ഒന്ന് ചെയ്താലും കിട്ടില്ല എന്ന് പറയുന്നവരാണ് നമ്മൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ഹദീസിൽ എന്ത് കിട്ടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കിട്ടും. എന്ത് പഠിപ്പിച്ചിട്ടില്ലേ അത് ചെയ്യാൻ, നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്യാൻ നമുക്കാർക്കും അവകാശമില്ല. നമ്മുടെ നാട്ടിൽ വളരെ ഹമ്പിളായി സിമ്പിളായിട്ട് ബിദഅത്ത് പ്രചരിപ്പിക്കുന്ന ഒരു മുസ്ലിയാരാണ്, ഒരു ഹുദവിയാണ്, സിൻസാറുൽ ഹഖ് ഹുദവി. അദ്ദേഹം പറയാണ്, നിരോധിക്കപ്പെടാത്തത് കൊണ്ട്, അസ്ലിയായി വിരോധിക്കപ്പെടാത്തത് കൊണ്ട് ഒരു നന്മ എങ്ങനെയും ചെയ്യാം, അത് എവിടെയും ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്ന സംസാരം ഒന്ന് കേട്ടു നോക്കൂ. ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതിയാൽ തെറ്റാണത്, പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? വിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ശറഅ് പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല. ജനാബത്തുള്ള ഒരാൾ ഓതാൻ പാടില്ല, അശുദ്ധിയുള്ള ഒരാൾ ഓതാൻ പാടില്ല, ബാത്റൂമിൽ വെച്ച് ഓതാൻ പാടില്ല, ഔറത്ത് കാണിച്ച് ഔറത്ത് മറക്കാതെ ഓതിക്കൂടാ, അല്ലെങ്കിൽ റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലാ വ ഇന്നി നുഹീതു അൻ നഖറഅൽ ഖുർആന റാകിഅൻ വസാജിദ. റുകൂഇലും സുജൂദിലും ദിക്റ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല. ഇതുപോലെ ദിക്റുകളെ റുകൂഇലും സുജൂദിലും പറ്റും. അവിടെ ഫാത്തിഹ ഓത, സൂറത്ത് ഓത പാടില്ല. അല്ലാഹു എന്നോട് നിരോധിച്ചിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു. റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല, റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല, ബാത്റൂമിൽ പാടില്ല, ജനാബത്തുള്ള ആള് ഓതാൻ പാടില്ല. ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഖബറിന്റെ അടുത്ത് പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അസ്ലു ഷൈഇൽ ഹില്ലു, മിനിമം ഏതൊരു വിഷയത്തിന്റെയും അടിസ്ഥാനം ഹലാലാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതപരമായി എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അവിടെ നിൽക്കാനുള്ള ഈമാനികരവസ്ഥക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി നിരോധിക്കാത്തത് കൊണ്ട് ചെയ്യാം എന്നാണ്. അങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ എന്തിനാ അള്ളാഹു പ്രവാചകനായി പറഞ്ഞയച്ചത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മയ്യത്തിൻ്റെ ഖബറിൻ്റെ അരികിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഈ ഖുർആൻ പാരായണം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഈ ഖുർആൻ പാരായണം പറഞ്ഞു തന്നിട്ടില്ല എന്ന് നമ്മളല്ല പറയുന്നത്. സിൻസാറുൽ ഹഖ് ഹുദവി പറയുന്നത് അത് പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ചെയ്യാം. അന്ന് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? പണ്ഡിതന്മാർ അതിനെ നിരോധിച്ചിട്ടില്ലേ? ഇനി അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ബാക്കി കൂടി ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൂടി നമ്മളൊന്ന് കേട്ടു നോക്കും. മയ്യത്തിനടന്ന് ഓതുമ്പോഴേക്കും അങ്ങോട്ട് പോയി ശിർക്കായി പോയി, അല്ലെങ്കിൽ ബിദ്അത്തായി പോയി. അദ്ദേഹം പറയുന്നതിൽ ഒരു വലിയ ഗൗരവമായ കാര്യമുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ കാര്യം മരിച്ച മയ്യത്തിൻ്റെ മുന്നിലോ ഖബറിൻ്റെ സമീപത്തോ ഓതിയാൽ ശിർക്കാണ് എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു സംസാരത്തിലും മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് ആരും ഇതിനെ വിരോധിക്കാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാമെന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ ഹദീസിനെ ഉദ്ധരിച്ച്, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ ഉദ്ധരിച്ച് മരിച്ച മയ്യത്തിൻ്റെ അരികിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യൽ അത് പാടില്ല, അതവർക്ക് കിട്ടില്ല, അതിൽ ഖൈറില്ല എന്ന് മുൻഗാമികളായ ആളുകൾ പറഞ്ഞിട്ടില്ലേ? ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെട്ട മുഫസ്സിറല്ലേ ഇമാം ഇബ്നു കസീർ. ആ ഇബ്നു കസീറിൻ്റെ തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? സൂറത്തുൻ നജ്മിലെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട്, അതിൻ്റെ 30-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട്, വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരാൾക്ക് താൻ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും ലഭ്യമല്ല എന്നുള്ള ആ ഖുർആനിൻ്റെ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഷാഫിഈ ഇമാമിൻ്റെ ഖൗൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ഷാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു. ഈ ആയത്തിൽ നിന്നാണ് ഷാഫിഈ ഇമാമും അദ്ദേഹത്തെ പിൻപറ്റി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും തെളിവ് പിടിച്ചിട്ടുള്ളത്. എന്ത്? അന്നൽ ഖിറാഅത്ത ലാ യസിലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗത. വിശുദ്ധ ഖുർആൻ ഓതി മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ
അത് അവർക്ക് എത്തുകയില്ല എന്നുള്ളത് ഈ ആയത്തിൽ തെളിവ് പിടിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ എന്ന് ഷാഫിഈ മദ്ഹബിലെ മുഫസ്സിറായ ഇബ്നു കസീർ പറയാൻ. അപ്പോൾ ഇത് നിരോധിക്കാത്തത് കൊണ്ട് ചെയ്യാമെന്ന് സിൻസാറുൽ ഹഖ് പറഞ്ഞു എങ്കിൽ ഇത് നിരോധിച്ചതല്ലേ നമ്മളിപ്പോൾ കേട്ടത്? എന്നിട്ട് ഇബ്നു കസീർ പറഞ്ഞത് എന്താ? ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം ഇത് അവരുടെ പ്രവൃത്തിയിൽപ്പെട്ടതല്ല, ഇത് അവരുടെ അധ്വാനത്തിൽപ്പെട്ടതല്ല എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അതിലേക്കൊരു സൂചനയോ ഒരു ചെറിയ വന്യമായ ഒരു തെളിവോ ഒന്നും തന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് അദ്ദേഹം തുടർന്നുകൊണ്ട് പറയാൻ. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സ്വഹാബ, സ്വഹാബത്തിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. സിൻസാറുൽ ഹഖ് ഹുദവി അതേ സംസാരത്തിൽ പറയുന്നുണ്ട്, സ്വഹാബികൾ ചെയ്തിട്ടില്ലേ, താബിഈങ്ങൾ ചെയ്തിട്ടില്ലേ? അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്വഹാബികളും ചെയ്തിട്ടില്ല, താബിഈകളും ചെയ്തിട്ടില്ല. ഇത് താങ്കൾ അവരുടെ മേൽ പറഞ്ഞ കളവാണ്. അവരുടെ മേൽ കളവ് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഗൗരവമുള്ള വിഷയമാണ് എന്ന് അദ്ദേഹത്തോട് സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ്. എന്നിട്ട് ഇബ്നു കസീർ ഈ ഉദ്ധരണി അവസാനിപ്പിക്കുന്നത് വലൗകാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ഈ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന ഈ കാര്യത്തിൽ വല്ല ഖൈറുമുണ്ട് എങ്കിൽ അതെ മുൻഗാമികളായ ആളുകൾ അതിൽ മുന്നിട്ട് ചെല്ലുമായിരുന്നു എന്ന് മഹാനായ ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഇബ്നു കസീറിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥവും അദ്ദേഹം പറയുന്ന ഭാഗവും കാണുവാൻ സാധിക്കും. അദ്ദേഹം അത് വിശദമായി പറയുന്ന കാര്യതാണ്, നമ്മളാരും വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ ഈ ബിദ്അത്തുകൾ കൊണ്ടുവന്ന്, അനാചാരങ്ങൾ കൊണ്ടുവന്ന് പരലോകത്ത് നഷ്ടപ്പെടുത്താതെ, കുറുക്കുവഴികൾ സ്വീകരിച്ച് പരലോകത്ത് നഷ്ടപ്പെടുത്താതെ, ഹബീബായ പ്രവാചകനും സ്വഹാബികളും പറഞ്ഞെടുത്ത് മാ അന അലൈഹിൽ യൗമ വസ്വഹാബി, ഞാനും ഇന്നും എൻ്റെ സഹാബത്തും നിലകൊള്ളുന്ന മാർഗമേതാണോ അതിൽ നിലനിൽക്കാൻ, അതിനൊരു തൗഫീഖിൻ്റെ മനസ്സ് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നേരത്തെ ഞാൻ ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ നിന്ന് സ്വതക്ക ചെയ്താൽ കിട്ടുമെന്ന് പറയുന്ന ഹദീസിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് ഇമാം നവവി റഹിമഹുല്ല, ഷാഫിഈ മദ്ഹബിന് അടുക്കും ചിട്ടയും ഉണ്ടാക്കി കൊടുത്ത രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി അദ്ദേഹത്തിൻ്റെ ശറഹ് മുസ്ലിമിൽ പറയുന്നത് കാണാം. എന്താ അദ്ദേഹം പറയുന്നത്? ഈ ആയത്തിൽ, ഈ ഹദീസിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വതക്ക ചെയ്താൽ അവർക്ക് കിട്ടും, അതുപോലെ തന്നെ പ്രാർത്ഥിച്ചാൽ മയ്യത്തിന് കിട്ടും, അതുപോലെ കടമുള്ള മയ്യത്താണ് എങ്കിൽ ആ മയ്യത്തിൻ്റെ കടം മറ്റുള്ളവർ വീട്ടിയാൽ അത് മയ്യത്തിന് അതിൽ നിന്ന് സുരക്ഷ ലഭിക്കും, ഹജ്ജ് ചെയ്താൽ കിട്ടും, നോമ്പ് നോറ്റു വീട്ടാനുണ്ടെങ്കിൽ അത് കിട്ടും എന്ന് ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞ സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാം. എന്നിട്ട് അതേ ഉദ്ധരണിയുടെ തുറന്നുകൊണ്ട് ഇമാം നവവി തന്നെ പറയാണ്, വൽ മശ്ഹൂറു ഫീ മദ്ഹബിന അന്ന ഖിറാഅത്തുൽ ഖുർആനി ലാ യസിലു സവാബുഹാ, മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യുക എന്നുള്ളത് ശാഫിഈ മദ്ഹബിലെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അതതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുജാഹിദുകൾ കൊണ്ടുവന്നൊരു പുത്തൻ വാദമല്ല. ഈ ഒരു അനാചാരത്തെ എതിർത്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് എത്രയോ സ്വഹാബികൾ മരണപ്പെട്ടിട്ടില്ലേ? അവർ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ ചെന്ന് ഖുർആൻ ഓതിയതിന് തെളിവുണ്ടോ? ഇല്ല. എന്നാൽ സമൂഹം ഇത് ചെയ്യുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ? നേരത്തെ സിൻസാറുൽ ഹഖ് പറഞ്ഞതുപോലെ നാടന്മാർ പറയുന്ന വർത്താനാണത്, വിരോധിക്കാത്തത് കൊണ്ട് അത് അനുവദനീയാണ്. സഹോദര, ഒരു ആചാരം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ ഹബീബായ പ്രവാചകൻ അതിന് കയ്യൊപ്പ് വേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിലാണ് ദീന് സംസാരിച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭികവശാൽ വർഷങ്ങളായി നമ്മളിതൊക്കെ പറയുന്ന കാര്യം തന്നെയാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത്തരം പുത്തനാചാരങ്ങൾ മതത്തിലേക്ക് കൊണ്ടുവരുന്നവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ അനാചാരങ്ങളും, ഹബീബായ പ്രവാചകൻ മതപരമായി പഠിപ്പിക്കാത്ത കാര്യങ്ങളെല്ലാം അനാചാരങ്ങളാണ്. ആ അനാചാരങ്ങളെല്ലാം വഴികേടാൻ. വ ഇൻ റആഹൻ നാസു ഹസന, ജനങ്ങൾ അതിനെ ഏറ്റവും എത്ര നല്ലതായി കണ്ടാലും ശരി അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു മദ്യപാനിയേക്കാൾ, ഒരു വ്യഭിചാരിയേക്കാൾ, ഇസ്ലാമിൽ വലിയ തിന്മകളാണിതെല്ലാം, അതിനേക്കാളെല്ലാം പിശാചിന് ഇഷ്ടം ഇത്തരം അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ്. അതാണ് പണ്ട് മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞൊരു ക്ലിപ്പ് ഇട്ടുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് സിൻസാറുൽ ഹഖ് ഹുദവി പറഞ്ഞത്, പത്രം വായിക്കലാണ് ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് എന്ന്. അതിൻ്റെ ആശയം അദ്ദേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരു പത്രം ഒരു മരിച്ച വീട്ടിൽ വായിച്ചു എന്ന് വിചാരിച്ച് അയാൾ കുറ്റക്കാരനാകുന്നില്ല. എന്നാൽ അവിടെ പഠിപ്പിക്കപ്പെട്ട നന്മയാണ്, കൂലി കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ വിശുദ്ധ ഖുർആൻ ഓതിയാൽ അത് ബിദ്അത്താണ്, അത് തെറ്റാണ്. ആ ആശയമാണ് മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞത്. അത് മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അവർ അതിനെ കൂട്ടിമാട്ടുകയാണ്. പറഞ്ഞു വന്നത് ഇമാം സുഫിയാൻ സൗരി റഹിമഹുള്ള പറഞ്ഞതായി കാണാം,
അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. മറ്റു പാപങ്ങളെക്കാളെല്ലാം പിശാചിന് ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്ന ഒരാളെയാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ നിത്യോപയോഗ വസ്തുക്കളായി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഷോപ്പിൽ ചെന്ന് വാങ്ങുമ്പോൾ ഒരു ചെറിയ പരിശോധന നടത്താറുണ്ട്. ആ പരിശോധനയെങ്കിലും മതത്തിൻ്റെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഇല്ലാതെ പോയാൽ നഷ്ടപ്പെടുന്നത് പരലോകമായിരിക്കുമെന്ന് തിരിച്ചറിയുക. ആ ഒരു നസീഹത്തിൻ്റെ, ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമാണ് ഈ ഒരു കാര്യം പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എന്ന് സ്നേഹബുദ്ധി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി പഠിക്കുവാൻ, സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റൊന്നിനെയും വകവെക്കാതെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ധർമ്മത്തെ ധർമ്മമായി സ്വീകരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസത്യത്തെ അസത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ അവജ്ഞയോടെ തന്നെ അതിനെ തള്ളിക്കളഞ്ഞ് സത്യത്തിലേക്ക് തിരിച്ചു നടക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.